ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ബ്ലോക്ക് വൈസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് വീഡിയോസും ഗെയിമിംഗ് കണ്ടന്റ്സും ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു 6 മാസമായിട്ട് കളിക്കുന്ന ഒരു 1000 ഡേയ്സ് ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞ എൻ്റെ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. ഈ വേൾഡിൽ ഞാൻ അത്യാവശ്യം നെതറൈറ്റ് ഗിയറും അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണുന്നതെല്ലാം മനസ്സിലാവും. അത്യാവശ്യം നല്ല കിടില OP ആയിട്ടാണ് ഞാൻ ഈ വേൾഡിൽ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വേൾഡ് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യണോ, അതോ ഒരു പുതിയ വേൾഡ് തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ആദ്യം മുതൽ ചെയ്തു തുടങ്ങണമെന്നാണ്. ഈ വേൾഡിൽ ഞാൻ എൻഡർ ഡ്രാഗനെയൊക്കെ ഡിഫീറ്റ് ചെയ്തു, എലൈട്ര എല്ലാം സെറ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വേൾഡിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോവാണ്. ഈ 1000 ദിവസം ഞാൻ സർവൈവ് ചെയ്ത ഈ വേൾഡിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കും. ഞാൻ ഫാംസ് എന്ന് പറയുമ്പോൾ റെയ്ഡ് ഫാം, ഓമിനസ് ബോട്ടിൽ ഫാം, അപ്പം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു 11 ഫാം വരെ ഞാൻ പണിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എവിടാണ് എല്ലാം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു വീട്. അത്യാവശ്യം ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വീടാണ്. അത്യാവശ്യം നമുക്കുള്ള സംഭവങ്ങളെല്ലാം ഈ വീട്ടിലുണ്ട്. ഒരു ബെഡ് ആണേലും എനിക്കൊരു പെറ്റ് ഉണ്ട്. അപ്പം ഇവിടുത്തെ സംഭവങ്ങൾ, പിന്നെ മേളിൽ വേറൊരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. മേളിലും ചെറിയൊരു സംഭവം. ഇവിടെ ഒന്നും ഞാൻ വേറെ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ മേളിലൊരു ബാൽക്കണി പോലെ ഞാൻ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂഫിലോട്ടൊക്കെ കയറാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റോറേജ് ഏരിയയിലോട്ടാണ്. അവിടാണ് എൻ്റെ സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാനിപ്പോൾ കയറി ചെല്ലുന്നതാണ് എൻ്റെ സ്റ്റോറേജ് ഏരിയ. ഇവിടെ അത്യാവശ്യം നല്ല ലൂട്ടും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പം ബ്ലോക്ക് ആണെങ്കിലും അത്യാവശ്യം ബ്ലോക്സും, പിന്നെ വുഡ് ഐറ്റംസും, ഫുഡും, റെഡ് സ്റ്റോണിന്റെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കയറുന്നത് നമ്മുടെ എൻഡർ ചെസ്റ്റ് ആണ്. എൻഡർ ചെസ്റ്റിലാണെങ്കിലും അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഷൾക്കർ ബോക്സ് എല്ലാം ഡൈ ചെയ്തിട്ട് അത്യാവശ്യം നല്ല OP ആയിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇപ്പൊ എന്റെ ടൂള് പെട്ടിയെടുത്താലും ഇതിന്റെ അകത്താണെങ്കിലും അത്യാവശ്യം നല്ല എല്ലാ സാധനവും ഞാൻ നെതറൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സെക്കൻഡറി ആർമർ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോർച്യൂണിന്റെ പിക്കാക്സ് ആണെങ്കിലും നമ്മൾ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ടൂൾസ്, നമുക്ക് വാല്യുബിൾസ് ആണെങ്കിലും അയണും ഗോൾഡും, ഗോൾഡ് ഫാമിലെ അയണും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഡയമണ്ടും എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാണ്. പിന്നാണ് നമ്മുടെ ഫുഡിന്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ എമറാൾഡും എല്ലാം ഉണ്ട്. നമ്മളിപ്പോ OP ആണ്. പിന്നെ ഇതൊന്നും അല്ല, നമ്മുടെ തോട്ടത്തിന്റെ പെട്ടി എടുത്താലും നമുക്ക് അത്യാവശ്യം ഫുള്ള് തോട്ടം നമ്മളെ റെയ്ഡ് ഫാമില് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഇതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പം ഇതെല്ലാം ഞാൻ അകത്തോട്ട് വെച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഇപ്പൊ കാണിക്കാൻ പോവാം. ഗൈസ്, ഇപ്പൊ ഞാൻ നെതർ പോർട്ടലിലോട്ട് കയറിയിട്ട് ഞാൻ ആദ്യം റെയ്ഡ് ഫാമിലോട്ട് പോവാം. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ നെതർ ഹബ്ബും കാണിച്ചു തരാം. നെതർ ഹബ്ബ് ആണെങ്കിലും അത്യാവശ്യം കിഡിലുമായിട്ടാണ് ഞാൻ നെതർ ഹബ്ബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ബൂട്ടിൽ സോൾ സ്പീഡ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ വഴി പോകുമ്പോൾ നല്ല സ്പീഡായിരിക്കും. സോൾ സാൻഡിൽ പോകുമ്പോൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരെ ചെല്ലുന്നത് നമ്മുടെ റെയ്ഡ് ഫാമിലോട്ടാണ്. റെയ്ഡ് ഫാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ റെയ്ഡ് ഫാം. ഇങ്ങോട്ട് നേരെ ചെല്ലുമ്പോഴേ നമ്മൾ റെയ്ഡ് ഫാമിലോട്ട് കയറും. ഗൈസ്, ഇതാണ് നമ്മുടെ റെയ്ഡ് ഫാം. മേളിൽ നോക്കുമ്പോൾ ഞാൻ വില്ലേജറിനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒമിനസ് ബോട്ടിൽ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് റെയ്ഡ് സ്റ്റാർട്ട് ആവും. പിന്നെ അത്യാവശ്യം നല്ല ലൂട്ടും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ എൻട്ര ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, റെയ്ഡ് ഫാം അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒമിനസ് ബോട്ടിൽ ഫാം. AFK സ്പോട്ടാണിത്. ഇതൊരു സവാന ബയോമിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഒരു ട്രൈഡന്റ് കില്ലർ വഴിയാണ് നമ്മൾ ഇവരെ കൊല്ലുന്നതും പിന്നെ ലൂട്ട് എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. താഴെ ദേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതിന്റെ ലൂട്ടെല്ലാം ഞാൻ മേളിൽ കൊടുത്തേക്കാം. അതെല്ലാം നമ്മുടെ എൻഡർ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഓമിനസ് ബോട്ടിലെല്ലാം നമ്മുടെ എൻഡർ ചെസ്റ്റ്. പിന്നെ നമ്മുടെ അയൺ ഫാം ഇതാണ്. ഇത് ഇടയ്ക്കൊക്കെ വർക്കാവും, ഇടയ്ക്കൊന്നും വർക്കാവത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ബെഡ് റോക്കിലെ അയൺ ഫാം ഇത്തിരി പ്രശ്നക്കാരനാണ്. അപ്പൊ നമ്മുടെ അയൺ ഫാം ഇത്രേ ഉള്ളൂ. അയൺ ഫാം ഇടയ്ക്കൊക്കെ വർക്കാവും നമ്മൾ നോക്കുമ്പോൾ, പിന്നെ ഇടയ്ക്ക് ഇത് വർക്കാവത്തില്ല. അപ്പൊ അയൺ ഫാമും കണ്ടിറങ്ങുമ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗൺ പൗഡർ, അതായത് ക്രീപ്പർ ഫാമിലോട്ടാണ്. ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. ഒരു 5 ലെയർ വെച്ചാണ് ഞാൻ ഈ ക്രീപ്പർ ഫാം പണിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ട് ഇത് നമ്മുടെ റൂം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നമ്മുടെ AFK സ്പോട്ട്, ഇതിന്റെ സൈഡിൽ ഈ സ്റ്റെയർ വെച്ചിരിക്കുന്നതാണ് AFK സ്പോട്ട്. അവിടെ നിന്ന് ക്രീപ്പറും വരും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ നേരെ കാറ്റ്കസ് ഫാമിലോട്ടാണ് പോകുന്നത്. ഇവിടുന്നാണേലും വലിയ ലൂട്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് കുറച്ച് ഒരു ഗ്രീൻ ഡൈക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഈ കാണുന്ന നമ്മുടെ ഒരു മാനുവൽ ക്യാരറ്റ് ഫാം ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഷുഗർ കെയിൻ ഫാം ആണ്. ഓട്ടോമാറ്റിക് റെഡ് സ്റ്റോൺ ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു ഷുഗർ കെയിൻ ഫാം ആണ്. പിന്നെ ഇത് ട്രീ ഫാം. നമ്മൾ ഈ ലാഡർ വഴി മേളിലോട്ട് കയറിയിട്ട് സ്പ്രൂസ് ലോഗ് നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് മൈൻ ചെയ്ത് വരും. അപ്പം വെള്ളത്തിൽ വീണ് നേരെ ഹോപ്പർ വഴി താഴോട്ട് ചെല്ലും. പിന്നെ ഇത് നമ്മുടെ ഗോൾഡ് ഫാം. ഞാൻ അത്യാവശ്യം നമ്മൾ XP കിട്ടാനും എല്ലാം ഞാൻ ആദ്യം ഈ ഗോൾഡ് ഫാം ആയിരുന്നു ഉപയോഗിച്ചത്. പിന്നെയാണ് ഞാൻ എൻഡർമാൻ ഫാമിലോട്ടൊക്കെ കയറിയത്. ഈ ഗോൾഡ് ഫാം ആണെങ്കിൽ നമ്മളെ ലിവർ ഓൺ ആയി കഴിയുമ്പം ഒരു ടിക്ക് സ്പീഡ് വഴി നമുക്ക് ഈ പോർട്ടൽ ഓണായി ഓഫ് ആകുമ്പോൾ നമ്മുടെ ഈ പിഗ്ലിൻസ് ഇതുവഴി വന്ന് നമ്മൾ ട്രൈഡന്റ് കില്ലർ വഴി കൊന്ന് ഗോൾഡ് എടുക്കും. പിന്നെ ഇതുവഴി നിന്ന് XPയും കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഗോൾഡ് ഫാം. താഴോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ റെഡ് സ്റ്റോൺ സംഭവങ്ങളും ലൂട്ടും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഇതിന്റെ റെഡ് സ്റ്റോൺ സംഭവങ്ങൾ. ഇതെല്ലാം ഞാൻ ഒരു ട്യൂട്ടോറിയൽ വഴിയാണ് ചെയ്തിട്ടുള്ളതും. പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ എൻഡർമാൻ ഫാമിൽ നമ്മുടെ എൻഡ് വഴി കയറുമ്പം എൻഡർ ഡ്രാഗനെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എലവേറ്റർ ഇട്ടൊന്ന് ഗ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകാൻ പറ്റും. അത്യാവശ്യം സിമ്പിൾ ആണ് ഈ എൻഡർമാൻ ഫാം പണിയാനും. പിന്നെ അത്യാവശ്യം നല്ലൊരു OP ഫാം ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ലൂട്ട് കാണുമ്പോഴേ മനസ്സിലാവും അത്യാവശ്യം നല്ല OP ആണ്. ഞാൻ വന്നപ്പോൾ തന്നെ എൻഡർമാനും വരാൻ തുടങ്ങി. അത്യാവശ്യം നല്ല XP ഒക്കെ കിട്ടാൻ നല്ല ബെസ്റ്റ് വേ ആണ് ഈ എൻഡർമാൻ ഫാം. പിന്നെ കാണാമല്ലോ അത്യാവശ്യം വലിയൊരു ഇത് തന്നെയാണ്. അത്യാവശ്യം വലിയ റിസോഴ്സസിന്റെ ഒന്നുമില്ല, കുറച്ച് ലീഫൊക്കെ മതിയായിരുന്നു ഇതിനും കൂടുതൽ. ഇത് കഴിഞ്ഞ് നമ്മൾ ബ്ലേസ് ഫാമിലോട്ടാണ് വരുന്നത്. നമ്മുടെ നെതർ ഫോർട്ടസിന്റെ അകത്തെ ഒരു ബ്ലേസ് സ്പോണർ ആണ് ഞാൻ ഈ ഫാം ആക്കിയിട്ടുള്ളത്. ഞാൻ ഇപ്പൊ കൂടുതൽ ഇങ്ങോട്ട് വരാറില്ല, കാര്യം എനിക്ക് അത്യാവശ്യം ഒരു 1.5 സ്റ്റാക്ക് ബ്ലേസ് റോഡ് തന്നെ എന്റെ വീട്ടിലുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫാം സെക്ഷൻ ഒക്കെ കഴിഞ്ഞ്. ഇനി നമ്മൾ ബിൽഡിലോട്ട് പോകുമ്പം അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് ഹാള്, ബാർട്ടറിംഗ് സ്റ്റേഷൻ, ഇതെല്ലാം നിങ്ങളെ കാണിക്കാം. ഈ 9 എണ്ണമാണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നിങ്ങളെ ആദ്യം മുതൽ കാണിക്കാം. ആദ്യം നമ്മൾ സൂയിലോട്ടാണ് പോകുന്നത്. നമ്മൾ റോക്കറ്റ് എടുത്തിട്ട് എലവേറ്റർ ആയിട്ട് ഒന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് കാണാമല്ലോ. അത്യാവശ്യം നല്ല ഇത് കുറേ നാളത്തെ വർക്കാണ് ഈ സൂവും കാണുന്നത് നിങ്ങൾക്ക്. നമ്മൾ ചെറിയൊരു മാപ്പ് വാളും സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുള്ള് സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? പിന്നെ ഇത് നമ്മുടെ റെയർ ഷീപ്പാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ കൗ ഉണ്ട്. ഇവിടെ പിഗ്, നമ്മുടെ പുതിയ 1.21.5 ഇറങ്ങിയ പുതിയ അപ്ഡേറ്റിൽ വന്ന ഇതൊക്കെയാണ്. പിന്നെ മഷ്റൂം കവ്, ട്രോപ്പിക്കൽ ഫിഷ്, ഒരു അക്വേറിയം പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഞാനൊന്നും ഇട്ടിട്ടില്ല, ഒരു പട്ടിയെ കൊണ്ട് ഇടണമെന്നായിരുന്നു. ഒരു പട്ടിക്കൂടൊക്കെ പണിഞ്ഞിട്ടുണ്ട്, പക്ഷെ പട്ടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെ നമ്മൾ പതിയെ കൊണ്ടിടുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മള് ഒരു വലിയൊരു കേവ് കണ്ട്, റിവീൻ പോലെ. അപ്പം അത് കണ്ടപ്പോൾ നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ആക്കുക, സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് വരുമ്പം നമ്മൾ മേളിൽ കാണുന്ന ബീ ഫാം ആണ് കേട്ടോ. ബീ ഫാം അല്ല, നമ്മുടെ സൂവിന്റെ അകത്തെ ബീ ആണ് കാണുന്നത്, ബീന്റെ സെക്ഷൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഫോക്സ്, ഇവിടെ കുറുക്കൻ ഇവിടെ ഉണ്ട്. എല്ലാരെയും നെയിം ടാഗ് ഇട്ട് പേരിട്ട് വെച്ചിട്ടുണ്ട്, അപ്പൊ ഡീസ്പോൺ ആവത്തില്ല. പിന്നെ ഇവിടെ കോഴികളുണ്ട്, എല്ലാ കോഴികളും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഞങ്ങളുടെ കുതിര സുന്ദരിയാണ്. പിന്നെ ഇത് കഴിയുമ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാച്ചു എന്ന് പറയും. അപ്പം ഇത് ഞാൻ ഒരു വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ്. എൻ്റെ കസ്റ്റം സ്കിന്നിനെ ഞാൻ ഇങ്ങനെ ഒരു ക്രീപ്പറിന്റെ ഹെഡൊക്കെ വെച്ച് അത് ആ വീഡിയോയിൽ തന്നെ ഞാൻ ചെയ്തതാണ്. ആ വീഡിയോ നോക്കി. ഇത് അത്യാവശ്യം നല്ല റിസോഴ്സസ് ഗ്രൈൻഡിങ് ഉണ്ടായിരുന്നു. ഇതെന്റെ എൻ്റെ ഒറിജിനൽ സ്കിന്നിനെയാണ് ഞാൻ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മീശയൊക്കെ ഉള്ളതാണ്. എനിക്ക് നല്ല മീശയൊക്കെ ഉണ്ട് ഗൈസ്. അതാണ്, കണ്ടോ? നിങ്ങൾക്ക് ആ സിമിലാരിറ്റി മനസ്സിലാവുന്നില്ലേ, ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? കണ്ടോ സോഡൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അത് അത്രേ ഉള്ളൂ, അത് സെറ്റാണ്. പിന്നെ പിന്നെ നമ്മുടെ മാപ്പ് വാളി വരുമ്പോൾ നമുക്ക് 2 വാള് കാണാൻ പറ്റും. ഇതും നമ്മൾ ഹോസ്റ്റൈൽ മോബ്സ് ഒന്നും ഇങ്ങോട്ട് ഈ ചെറിയ പ്രൈവറ്റ് ഏരിയയിലോട്ടൊന്നും വരാതിരിക്കാൻ ഞാൻ പണിഞ്ഞതാണ് ഈ വാള്. ഇത് അത്യാവശ്യം വലിയൊരു വാളാണ്. പിന്നെ ഒരു റെഡ് സ്റ്റോണിന്റെ സംഭവങ്ങളൊക്കെ വെച്ച് ഒരു ഗേറ്റ് പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പ്രഷർ പ്ലേറ്റ് കൊള്ളുമ്പോൾ അത് പിസ്റ്റൺ തുറന്നിട്ട് വരും.
ഞാൻ അകത്തോട്ട് കയറി കാണിച്ചു തരാം റെഡ് സ്റ്റോണിന്റെ സംഭവങ്ങൾ ഏതെല്ലാമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ചെറിയ സംഭവമായിരിക്കും, പക്ഷെ എനിക്കിത് വലിയൊരു സംഭവമായിരുന്നു. കുറേ നാൾ ഞാൻ കിടന്ന് നോക്കിയിട്ട് ഒരു ട്യൂട്ടോറിയലൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും ഈ കറക്റ്റ് സംഭവം തന്നെ ഞാൻ അപ്പുറത്തും പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പോർട്ടലിന്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ഒരു അതുപോലെ വലുതാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് ഈ സംഭവം. ഇവിടെ കയറുമ്പോൾ നമ്മുടെ അപ്പുറത്തെ സ്ഥലത്തോട്ട് ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തോട്ടും ഇറങ്ങാം. ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ നേരെ നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് പോകുന്നത്. അത്യാവശ്യം നമ്മുടെ ബ്രീഡറിൽ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വന്ന വില്ലേജസ് അല്ലെ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്ത് വെച്ചിട്ടാണ്. ഇവിടെ നിന്നാണ് ഞാൻ കുറെ കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്തതും ഡയമണ്ട് ആർമർ എല്ലാം സെറ്റ് ചെയ്തു ആർമറിനെ കൊണ്ട് വെച്ച്. പിന്നെ അത്യാവശ്യം എല്ലാ ബുക്കും നമുക്ക് ഇവിടുന്ന് കിട്ടും. മനസ്സിലായില്ല? അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 5, പിന്നെ ഗോൾഡ് ഫാമിൽ നിന്നുള്ള റോട്ടൺ ഫ്രഷ് ക്ലർക്കിന് കൊടുത്തിട്ട് അവിടുന്ന് എമറാൾഡ് ആക്കും. പിന്നെ കണ്ടല്ലോ, റെയ്ഡ് ഫാമിൽ നിന്നും എമറാൾഡ് ഒക്കെ കുറെ കിട്ടും. ഇതാണ് ഒരു സ്റ്റേഡ്. എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പു സുട്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഗ്രീൻ ഹൗസിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ്. കുറച്ച് ബീ ഫാമിംഗ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഹണി ബ്ലോക്കിനും ഹണിയുടെ ഒക്കെ ആവശ്യത്തിന് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. പിന്നെ നേരെ ചെല്ലുന്നത് നമുക്ക് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കണ്ട നെതറാക്കൊക്കെ നിങ്ങൾക്ക് കാണാം. കുറെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെക്കും. ഇപ്പൊ ഞാൻ 3 സ്ലോട്ടേ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത് മതി. ഇതാണ് എന്റെ കസ്റ്റം ഐലൻഡ്. ഞാൻ കുറെ നാള് ഞാൻ കിടന്ന് കറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് ഞാനൊരു മഷ്റൂം ഐലൻഡിനെ ഞാൻ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലായി ഒരു മഷ്റൂം സ്റ്റൈലിലാണ് ഇത് ഫുള്ളി ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ട ചെറിയൊരു വീട് പോലൊക്കെ. ഇതെല്ലാം ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ചെറിയൊരു പോണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. എങ്ങനെയുണ്ട്? ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ നെതർ പോർട്ടൽ. ഇതും ഞാനൊരു മഷ്റൂമിന്റെ ഒരു രീതിയിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇതും കിടിലല്ലേ? അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ വില്ലേജ് ബ്രീഡറിലാണ്. ഇത് അത്യാവശ്യം റിസ്ക് പിടിച്ച സ്ഥലമായിപ്പോയി. ഞാൻ ഇവിടുന്ന് അകത്തോട്ട് കയറി ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ആയി ഗൈസ്. അപ്പം ഇവിടെ ചെല്ലുമ്പം ഞാൻ വില്ലേജറിനെ എല്ലാം എടുത്തോണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഇത് ബ്രേക്ക് ആയി കിടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വലിയ ഇതൊന്നും ഇല്ല. ഞാൻ ഇവിടുന്ന് ആദ്യം ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ബാർട്ടറിങ് സ്റ്റേഷൻ. ഇതാണ് നമ്മൾ ഗോൾഡ് ഫാമിൽ നിന്നുള്ള ഗോൾഡ് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് വേറെ ലൂട്ട് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ ബാർട്ടറിങ് സ്റ്റേഷൻ. നിങ്ങൾക്ക് കാണാം ഫയർ റെസിസ്റ്റന്റ് പോർഷൻ ഒക്കെ കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ബിൽഡ്, ഫാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പറയേണ്ടത് ഈ വേൾഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ അതൊരു പുതിയ വേൾഡ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആദ്യം മുതലെല്ലാം കാണണമെന്ന്. അപ്പം ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണേൽ ചെയ്യാം. കുറെ കാര്യങ്ങൾ ഇനി ചെയ്യാനും ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ തന്നെ കമന്റിൽ പറയുക കേട്ടോ. അപ്പം ഓക്കെ, ബൈ ബൈ ഗൈസ്. ടാറ്റ. എല്ലാവരും കമന്റിൽ പറയണേ. ഓക്കെ, ബൈ ബൈ.